ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ല്യൂക്കോറിയ അഥവാ സ്ത്രീകളിൽ ഉണ്ടാകുന്ന വെള്ളപ്പോക്കിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഒരുപാട് സ്ത്രീകൾ ഈ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. പലപ്പോഴും ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളമൊക്കെ കൊണ്ട് നടന്ന് ഒരുപാട് ബുദ്ധിമുട്ട് കൂടുമ്പോൾ മാത്രമാണ് പലരും ചികിത്സയ്ക്ക് എത്താറുള്ളത്. അപ്പോൾ എന്താണ് ഈ അസുഖം, എങ്ങനെയാണ് നമുക്കത് ശ്രദ്ധ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണിക്കേണ്ടത് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ഡോക്ടർ മുൻഷിദ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ്, ഒലിവ് ഹോമിയോപ്പതി, കീഴ്ശ്ശേരി, മലപ്പുറം ജില്ല. സാധാരണഗതിയിൽ ഒരു പെൺകുട്ടിക്ക് മെൻസസ് ആവുന്നത് മുതൽ അവളുടെ ശരീരത്തിൽ ഹോർമോൺസിൻ്റെ വ്യതിയാനങ്ങൾ തുടങ്ങും. അതായത് ഹോർമോൺസ് കൂടാനും കുറയാനൊക്കെ തുടങ്ങും. ഇതിൻ്റെ ഭാഗമായിട്ട് വജൈനയിലും അതിൻ്റെ മുകളിലുള്ള ഏരിയയിലൊക്കെ നിന്നുള്ള ഗ്രന്ഥികളിൽ നിന്ന് വെള്ള കളറിൽ, അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള പോലെ, അല്ലെങ്കിൽ ചില ആളുകളിൽ കളറില്ലാതെയും ഒക്കെ ഡിസ്ചാർജസ് കാണാറുണ്ട്. ഇത് ഒരു പ്രത്യേകിച്ചൊരു നിറമോ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമ്മളിതൊരു അസുഖമായിട്ട് കണക്കാക്കാറേ ഇല്ല. പക്ഷെ ചില ആളുകളിൽ ഇത് ചില സമയങ്ങൾ, ചില ആളുകളിൽ എന്നല്ല, മിക്കവാറും സ്ത്രീകളിൽ ഇത് ഈ പ്രഗ്നൻസി സമയത്ത് അല്ലെങ്കിൽ ഒരു മെൻസസ് ആവാൻ പോകുന്ന സമയങ്ങളിൽ, അതുപോലെ മെൻസസ് നിൽക്കാൻ പോകുന്ന സമയങ്ങളിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് കാണാറുണ്ട്. പക്ഷേ ഇതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മളിതൊരു അസുഖമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. ഇനി എപ്പോഴാണ് നമ്മൾ ഒരു മെഡിക്കൽ അറ്റൻഷൻ തേടേണ്ടത് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കേണ്ടത്? ഈ അസുഖം പൊതുവെ സ്ത്രീകളിൽ വന്നു കഴിഞ്ഞാൽ നന്നായി മെലിയാറുണ്ട് അവർ, അല്ലേ? സ്ത്രീകൾ പൊതുവെ നന്നായി മെലിഞ്ഞിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ നല്ല ക്ഷീണം ഉണ്ടാവാറുണ്ട്. അതുപോലെ അടിവയർ വേദന, ഊരവേദന, മൊത്തത്തിലൊരു ശരീരവേദന, സന്ധികളിൽ വേദന, അതുപോലെ മലബന്ധം തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ സ്ത്രീകളിൽ കാണാറുണ്ട്. കൂടുതലും ക്ഷീണം വരുന്നത് നമുക്ക് ഈ ഡിസ്ചാർജസിലൂടെ വൈറ്റൽ ഫ്ലൂയിഡ്സും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻഫെക്ഷൻ ആണല്ലോ വന്നിട്ടുള്ളത്, അതുകൊണ്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. ഈ അടിവയർ വേദന ഉള്ളവർ കൂടുതലായിട്ടൊന്ന് ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. കാരണം ഈ അസുഖം കൂടുതൽ ഉള്ളിലേക്ക് പടർന്നിട്ട് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയുന്ന കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അസുഖത്തിലേക്ക് മാറാനും അതുപോലെ തന്നെ വന്ധ്യതയിലേക്ക് മാറാനും ഒക്കെ ഒരു കാരണമായേക്കാം. ഇനി ഡിസ്ചാർജസ് തന്നെ, അത് തന്നെ ഈ സ്രവങ്ങൾ തന്നെ കുറച്ച് കൂടുതലായിട്ട് ചില ആളുകളിൽ കട്ട തൈര് പോലെ നല്ല ചൊറിച്ചിലോടി കൂടി കാണാറുണ്ട്. അതെന്ന് വെച്ചാൽ ഈസ്റ്റ് ഇൻഫെക്ഷൻസ്, അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെയാണ് ഇതിൻ്റെ കാരണങ്ങളായിട്ട് പറയാറുള്ളത്. അപ്പോൾ അതുപോലെ ചില ആളുകളിൽ ഗ്രേ കളറിൽ കാണാറുണ്ട്. അത് കൂടുതലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വഴിയാണ് വരുന്നത്. അതിന് നല്ല ചൊറിച്ചിലും അതുപോലെ തന്നെ ദുർഗന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇനി ചില ആളുകളിൽ യെല്ലോ കളറിൽ അല്ലെങ്കിൽ ഗ്രീൻ കളറിലും കാണാറുണ്ട്. അത് കൂടുതലും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് വഴി വരുന്നതാണ്. ഇനി ചില ആളുകളിലാണെങ്കിൽ പിങ്ക് കളറിൽ അല്ലെങ്കിൽ ബ്രൗൺ കളറിലൊക്കെ ഡിസ്ചാർജസ് കാണാറുണ്ട്. ഇത് കൂടുതലും മെൻസസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗർഭപാത്രത്തിൻ്റെ ഇൻഫെക്ഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഇത് വരുന്നത്. ഇനി എങ്ങനെയുള്ള ആളുകളിലാണ് ഈ അസുഖം കൂടുതലായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് ഈ അസുഖം വരാറുള്ളത്? കൂടുതലും നമ്മുടെ സ്ത്രീകളുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കുന്ന സമയങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതലും ഇൻഫെക്ഷൻസ് വരുന്നത്. അതേപോലെ സ്ട്രെസ്സുള്ള ആളുകൾ, ഒരുപാട് സ്ട്രെസ്സുള്ള ആളുകളിൽ ഈ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് ബാത്റൂംസൊക്കെ ഒരുപാട് ഉപയോഗിക്കേണ്ടി വരുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ സ്ത്രീകളായിരിക്കും അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡ് ആയിരിക്കാം. എങ്ങനെയായാലും ഇൻഫെക്ഷൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. വിരശല്യമുള്ളവർ, പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞു ഷുഗർ ഉള്ളവരും ആൻറ്റിബയോട്ടിക്സ് ഒരുപാട് ഉപയോഗിക്കുന്നവരൊക്കെ പെട്ടെന്ന് ഷുഗർ ഉള്ളവരിലൊക്കെ ഷുഗർ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയൽ ഗ്രോത്ത് വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിലും കൂടുതലായിട്ട് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നവരും വൃത്തിയിൽ ശ്രദ്ധ കുറവുള്ളവരും ഒക്കെ ഉണ്ട്, അല്ലേ? അപ്പോൾ കൂടുതൽ വൃത്തിയിൽ ശ്രദ്ധ വല്ലാതെ കൊടുത്തില്ലെങ്കിൽ ഈർപ്പം നിലനിന്നും കാര്യങ്ങളിലൊക്കെ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അത് കൂടുതലും തടിയുള്ളവരൊക്കെയാണ് അങ്ങനെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ വൃത്തി കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. കാരണം നമ്മുടെ വജൈനൽ ഏരിയയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട്. ഈ ബാക്ടീരിയാസ് ആണ് പുറത്തു നിന്നുള്ള ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ തടയുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ സോപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ വാഷ് ഔട്ടായി പോവുകയും നമുക്ക് ഇൻഫെക്ഷൻസ് തടയാൻ കൂടുതൽ ബാക്ടീരിയാസ് ഇല്ലാണ്ടായി വരികയും ചെയ്യും. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ വൃത്തിയുടെ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മുടെ അണ്ടർ ഗാർമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ വളരെയധികം വൃത്തിയോടുകൂടി കഴുകി വെയിലത്തിട്ട് ഉണക്കി, അതിന് പറ്റിയില്ലെങ്കിൽ ഇസ്തിരിക്കിട്ട് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ ബാത്റൂം യൂസ് ചെയ്യുമ്പോഴൊക്കെ വാഷ് ചെയ്യുമ്പോൾ മുന്നിൽ നിന്ന് ബാക്കിലോട്ട് തന്നെ കഴുകാൻ ശ്രമിക്കുക. അതുപോലെ
ഉപ്പ് വെള്ളമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചൊറിച്ചിലിന് നമ്മൾ പല ആളുകളും സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്, ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് ഉപ്പ് അതുപോലെ ചൂടും രണ്ടും അധികം കൂടാതെ ശ്രദ്ധിക്കുക. കാരണം അത് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്, പോറലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ പലപ്പോഴും ഇത് നമ്മൾ ഒരു പ്രാവശ്യം ട്രീറ്റ്മെൻറ്റ് എടുത്താലും ചില ആളുകളിൽ പിന്നെയും അത് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്, റിക്കറായിട്ട് വരാൻ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പാർട്ട്ണറിനെ കൂടി അല്ലെങ്കിൽ ഹസ്ബൻഡിനെ കൂടി ട്രീറ്റ്മെൻറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്കൊരു പൂർണ്ണമായിട്ടൊരു വിമുക്തി ഈ രോഗത്തിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഹോം റെമഡീസ്? ഹോം റെമഡീസ് നമ്മൾ പലപ്പോഴും നിർദ്ദേശിക്കുന്നത് നമ്മളുടെ ഒരു ഇമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മുടെ വജൈനൽ ഏരിയയിലും കുടലിലും ഒക്കെ ആയിട്ട് നല്ല ബാക്ടീരിയാസ് ഉണ്ട്. ഇതാണ് നമ്മുടെ കൂടുതൽ ആരോഗ്യം നിലനിർത്താനും ഇൻഫെക്ഷൻസ് തടയാനും ഒക്കെ സഹായിക്കുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയാസിൻ്റെ അളവ് കുറച്ച് കൂടാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളായിരിക്കും കൂടുതലായിട്ട് ഹോം റെമഡീസിലുള്ളത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പറയുന്നത് തൈരാണ്. നല്ല അധികം പുളിയില്ലാത്ത തൈര് നല്ലൊരു ഹോം റെമഡിയാണ്. അതുപോലെ മല്ലി തലേന്നിട്ടിട്ട് ആ വെള്ളം കുടിക്കുന്നത്, അതുപോലെ തേങ്ങാ വെള്ളം, ഉലുവ തലേന്ന് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം കുടിക്കുന്നത്, അതുപോലെ കഞ്ഞിവെള്ളം, ഇങ്ങനെയുള്ള കുറച്ച് പാനീയങ്ങളൊക്കെ ഈ സമയത്ത് നമ്മൾ കുടിക്കുന്നത് ഒരുപാട് നല്ലതാണ്. അതുപോലെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, അതായത് നാരങ്ങ, മുസമ്പി, ഓറഞ്ച് തുടങ്ങിയ ഫ്രൂട്ട്സൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മധുര പലഹാരങ്ങൾ, അങ്ങനെയുള്ള സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ഈ സമയങ്ങളിൽ കുറയ്ക്കുക. കാരണം ഷുഗർ എപ്പോഴും ഒഴിവാക്കുന്നതാണ് ഈ സമയങ്ങളിൽ നല്ലത്. കൂടുതൽ ബാക്ടീരിയ വളരാൻ നമ്മൾ സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന പോലെയാവും. ചൊറിച്ചിലിന് നമ്മുടെ വെളിച്ചെണ്ണയും അതേപോലെ വേപ്പെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് ആ മിക്സ് പുരട്ടാറുണ്ട്. വളരെ നല്ല ഒരു റിസൾട്ട് കിട്ടാറുണ്ട്. ഹോമിയോപ്പതിയിൽ വെള്ളപ്പോക്കിന് നല്ല ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. ജൊനോസിയ അശോക, അലേർട്ടിസ് ഫാരിനോസ തുടങ്ങിയ മെഡിസിൻസൊക്കെ ഓരോരുത്തരുടെ ക്യാരക്ടർ അനുസരിച്ചിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ടോപ്പിക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.